അപ്പം പറഞ്ഞില്ലേ ആദ്യമേ ഞെറിവുള്ള ഡ്രസ്സുകളാവുകൊണ്ട് വയറുണ്ടാകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുട്ടികളെ എടുത്തിട്ടൊന്നും ഇതുവരെ അങ്ങനെ പുറത്തേക്ക് പോയിട്ടില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തൊന്നും സുഖമില്ല എന്ന് പറഞ്ഞ തലന്റെ കയ്യിലാണ്. വൈകുന്നേരമായി കുട്ടികളൊക്കെ സ്കൂളിട്ട് പോകാൻ കേട്ടോ. അപ്പം അന്ന് ഉറങ്ങി നീച്ചൊക്കെ വന്നപ്പം ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വയ്യായിരുന്നു എന്ന് എന്താണെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഇന്നലെ മുന്തിരിങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിക്കണം മുന്തിരിങ്ങ. അപ്പോൾ ഞാൻ ഇതുവരെ ജ്യൂസ് അടിച്ചിട്ടില്ല അങ്ങനെ കേട്ടോ. പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കൂലേ. അപ്പോൾ കുറച്ച് മുന്തിരിങ്ങ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചു. അപ്പോൾ എന്തായിരുന്നു വയ്യായിക എന്ന് പറഞ്ഞു തരട്ടെ. 2-3 ദിവസം മുന്നേ ഞാൻ ഗുളിക കുടിച്ചിട്ട് വീണ്ടും കിടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അന്ന പോലെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തല മൊത്തത്തിൽ കറങ്ങിയിട്ട് കട്ടിൽ മൊത്തം കറങ്ങണ പോലെ അങ്ങോട്ട് ആയിട്ടോ. ഞാൻ വേഗം ഇക്കാനെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാഞ്ഞിട്ടാവുമെന്നും കരുതിയിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിടന്നപ്പോൾ വീണ്ടും അതുപോലെ തന്നെ തല മൊത്തത്തിൽ കറങ്ങാൻ തുടങ്ങി. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം. അപ്പോൾ പിന്നെ പ്രഷർ എങ്ങാനും കുറവാകുമെന്ന് വിചാരിച്ച് അടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ട് ഞങ്ങൾ പ്രഷർ ചെക്ക് ചെയ്തു കിട്ടും. പ്രഷർ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ വേഗം ഗൈനക്കോളജിനെ വിളിച്ച് ഞാൻ കാണിക്കുന്ന ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പ്രഷർ ഇത്രയൊക്കെയാണ് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉപ്പിട്ട നാരങ്ങളും കുടിച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വന്ന് ഉപ്പിട്ട നാരങ്ങളൊക്കെ കുടിച്ച് കിടക്കലും ഒക്കെ തുടങ്ങി. പക്ഷേ വീണ്ടും തല കറങ്ങാൻ തുടങ്ങി. തല കറങ്ങാൻ മാത്രമല്ല എനിക്ക് പ്രഗ്നൻസിയിൽ ഛർദിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, പക്ഷേ ഛർദിക്കും ചെയ്യുക തല കറങ്ങും ചെയ്യുക. അപ്പോൾ പിന്നെ വീണ്ടും ഡോക്ടർക്ക് വിളിച്ചു പറഞ്ഞു ഉപ്പിട്ട നാരങ്ങളിൽ കുടിച്ചിട്ട് ഒന്നും ഭേദമാവണില്ല, കട്ടിൽ മൊത്തത്തിൽ കറങ്ങുകയാണെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കട്ടിൽ മൊത്തത്തിൽ കറങ്ങുന്നുണ്ടെങ്കിൽ ചെവിയുടെ ബാലൻസ് പോയതായിരിക്കും, വേഗം ഒരു ENT ഡോക്ടറെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ENT ഡോക്ടറെ കാണിച്ച് ചെവിയുടെ ബാലൻസ് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ 10 ദിവസത്തിനുള്ള ടാബ്ലറ്റ്സും തന്നു. ആദ്യത്തെ 3 മാസങ്ങളിലൊന്നും നമുക്ക് അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ 6-ാം മാസം ആയില്ല, അപ്പോൾ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ടാബ്ലറ്റ്സ് തന്നു. നല്ല ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞു. നല്ല ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷീണം, കള്ള് കുടിച്ച പോലെ കയ്യും കാലും ഒക്കെ കുഴഞ്ഞു, നാവും ഒക്കെ കുഴഞ്ഞും കൊണ്ട് അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കിപ്പോഴൊന്നും വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ തല മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങണ ഒരവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ജ്യൂസ് വേണോ? മുന്തിരി ജ്യൂസ് കൊടുന്നേരാ. ഷെഫ്മോനക്ക് റൂമിൽ കൊണ്ടു കൊടുക്കട്ടെ. ഷെഫ്മോനും എൻ്റെ മണിയറയിലാണ് കേട്ടോ. ഈ ജ്യൂസ് ഇങ്ങനെ 2 എണ്ണമായി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും അപാകത ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ഇതിങ്ങനെ തന്നെയാണെന്ന് അറിയില്ല. റെഡ് വെൽവെറ്റാ 3 ലെയർ സ്പെഷ്യൽ. രസമുണ്ടോ? ഷെഫ്മോനക്കൊന്നും ഓൺലൈൻ ക്ലാസ്സൊക്കെ ഒന്നും ക്ലാസ് ഉണ്ടാകുന്നില്ല അല്ലേ? കൊയങ്ങി കിടക്കുക. അയക്കെടുത്തില്ലേ? ഷെഫ്മോൻ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞങ്ങൾ മുന്തിരി പുഴുങ്ങിയിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. 3 ലെയറില്ലേ? വെള്ളയും കുറച്ചും കൂടി ജ്യൂസില് ഈ മുന്തിരി പൈനാപ്പിൾ ഇങ്ങനത്തെ ജ്യൂസ് ഒന്നും ഇഷ്ടമല്ല, പക്ഷെ നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് പുറത്ത് പോവാനുണ്ട്. ഇക്കാക്ക് ഒരു സാധനം മേടിക്കാണ്ട് ഇക്കാക്ക് ഇന്നലെ തുടങ്ങി പോകേണ്ടത്. കാര്യപ്പെട്ട ഒന്നല്ല കേട്ടോ. പിന്നെ ഇക്കാൻ്റെ ഞാനന്ന് മുഖത്ത് ഫേഷ്യൽ ഇട്ടില്ലേ, അന്ന് മേടിച്ചതാണ് കേട്ടോ ഇക്കാക്ക് എന്താ ഹെയർസ്പാ കിറ്റ്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ചെയ്തുതരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നെട്ടിക്കൊണ്ട്. അപ്പോൾ അതും ചെയ്യണം. തുള്ളിക്ക് മാറി നടക്കുകയാണ് അതിൻ്റെ ശേഷമാണ് ഇങ്ങനെ വെയ്യായും കാര്യങ്ങളും ഒക്കെ ആയത്. പിന്നെ ചെയ്യാൻ പറ്റിയില്ല. എല്ലാവർക്കും അറിയണല്ലേ. മുന്തിരി വെറുതെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്നുകൊണ്ട് പുഴുങ്ങുക, പഞ്ചസാര ഇട്ടിട്ടാണ് പുഴുങ്ങുക. പിന്നെ മിക്സിയിലാണ്ട് അടിക്കുക, അരിക്കുക, ബാക്കിയുള്ള മധുരം കൂടിയാണ് ചേർക്കുക, ഒഴിക്കുക, ഐസും കട്ടിടുക. അതന്നെ. അപ്പോൾ ഹെയർസ്പാ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ടൊന്നും ചെയ്യലില്ല. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ന്യൂഡിൻ്റെ ഈ ഒരു ഹെയർസ്പാ കിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ പരസ്യം വെച്ച് സ്കിപ്പ് ചെയ്ത് പോകണ്ട, ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നമ്മൾ സലൂണിലൊക്കെ പോയിട്ടാണല്ലോ ഹെയർ സ്പാ ഒക്കെ ചെയ്യുക. അപ്പോൾ അത് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് പൈസക്ക് ചിലവാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഹെയർ സ്പാ കിറ്റാണ് കേട്ടോ ന്യൂഡിൻ്റെ ഈ ഒരു. അതുപോലെ തന്നെ തികച്ചും നാച്ചുറലാണ്, കെമിക്കലും ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ അതിൽ 4 സ്റ്റെപ്പാണ് കേട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ്, പിന്നെ ഷാമ്പു, പിന്നെ കണ്ടീഷണർ, പിന്നെ സെറം. ഈ ഒരു 4 സ്റ്റെപ്പോട് കൂടിയിട്ട് നമുക്ക് മുടി നല്ല തിളക്കുള്ള നല്ല സ്ട്രോങ് ആക്കിയിട്ടും മുടിയുടെ കൊത്താരങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നീക്കി മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇക്കാണ്ട് തലയിൽ കാണിച്ചെടുത്തത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. നമുക്ക് ഇവിടെ ചെക്ക് ഈ സീറ്റിക്ക് ഇരുന്നോളി. ഞങ്ങൾ ബാത്റൂമുള്ള റൂമിലോ അല്ലെങ്കിൽ മോളിലോ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ മോളിക്കോ ഒക്കെ വയ്യല്ലോ, മോളിലാകുമ്പോൾ മുന്തിരി കുടിച്ച് തലയിലൊരു മസാജ് ആരാണ് ആഗ്രഹിക്കാത്തത്? നല്ല കുട്ടിയിട്ടിരുന്ന കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ സ്ക്രബ് ഫസ്റ്റ് തന്നെ നമ്മളെ തലയിലേക്ക് നേരിട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കോഫി ബീഡ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഒരു കോഫിയുടെ സ്മെല്ലുണ്ട്. ഇത് നേരിട്ടിട്ട് തലയിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നന്നായി മസാജ് ചെയ്യണം. അപ്പോൾ കോഫി ബീഡ്സ് ഇതിൻ്റെ ചൊറിച്ചലും ഇതും ഒന്നും ഇല്ലാതെ സ്കാൾപ്പൊക്കെ നല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൽ ആപ്പിൾ സിഡർ വിനാഗർ വേണ്ടിയിട്ടുണ്ട്, അത് തലയിൽ താരനൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ റോസ് ഓയിൽ മുടിക്ക് നല്ല കരുത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായി മസാജ് ചെയ്ത് കൊടുത്ത ശേഷം 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക. കഴുകിട്ടോ. ഇപ്പോൾ 3 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ കഴുകാൻ വയ്ക്കാട്ടോ. ഇളം ചൂടുവെള്ളത്തിൽ വേണം തല ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലോണം മസാജ് ചെയ്ത് തലമുറ പിടിപ്പിച്ചാൽ തലക്കാനുള്ളൊരു സുഖം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഷാമ്പു ആണ് കേട്ടോ ചെയ്യുന്നത്. ന്യൂഡിൻ്റെ ഇതൊക്കെ കെമിക്കൽ ഫ്രീ ആണ് കേട്ടോ, നല്ല ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തേക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കെരാറ്റിൻ, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, അതുപോലെ വിറ്റാമിൻ B5 അങ്ങനെ നല്ല നല്ല ഇൻഗ്രീഡിയൻസുകളാണ് കേട്ടോ. കഴിക്കുന്നോ? ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ഇനി ഷാമ്പു ഇട്ടിട്ട് നമ്മൾ 3 മിനിറ്റ് ഇത് നന്നായി മസാജ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വേരുകൾക്കൊക്കെ നല്ല ബലം കിട്ടുകയും ചെയ്യും. പിന്നെ തലക്കൊക്കെ നല്ലൊരു സുഖമൊക്കെ ആയിട്ടില്ലേ? സുഖമുണ്ടോ തലക്ക്? സുഖമില്ല എന്ന് പറഞ്ഞാൽ തലൻ്റെ കയ്യിലാണ് അല്ലേ? ഇതിലടങ്ങിയിട്ടുള്ള ആൽമണ്ട് ഓയിലും അതിൻ്റെ ഒക്കെ ഒരു ഗുണം കാരണം മുടി കൊഴിച്ചിലൊക്കെ മാറ്റി ഇതിൻ്റെ റൂട്ടിനൊക്കെ നല്ല ബലം കൊടുത്തിട്ട് മുടിയൊക്കെ നല്ല ക്ലിയർ ആയി വളരാൻ സഹായിക്കും. അതുപോലെ നമ്മൾ തലയിലൊക്കെ ഒരു ഓയിൽ വരുമല്ലോ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുടിനെ നല്ല സ്ട്രോങ് ആക്കി വെക്കും. ഇനി ഇതൊന്ന് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കഴുകി വരണം. അപ്പോൾ ഷാമ്പു കഴിഞ്ഞിട്ട് ഒക്കെ കഴുകാൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടീഷണറാണ് കേട്ടോ. കണ്ടീഷണർ നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ടതിന് ശേഷം കണ്ടീഷണർ ഇട്ടാൽ മുടി നല്ല സിൽക്കി ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് കണ്ടീഷണർ ഇടണം കേട്ടോ. കണ്ടീഷണറിൽ നല്ല ചെമ്പരത്തിയും കരാറ്റിനും കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടിയൊക്കെ നല്ല സ്ട്രോങ് ആൻഡ് സ്മൂത്ത് ആക്കി മാറ്റാനൊക്കെ സഹായിക്കണതാണ് കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുടിക്കൊക്കെ നല്ലൊരു തിളക്കവും തലക്കൊക്കെ നല്ലൊരു സുഖവും. മുടിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണത് നല്ലതാട്ടോ. നിങ്ങൾ സ്റ്റേജിന്മേൽ കുട്ടികളൊക്കെ പിന്നെ അടുത്തത് നമ്മൾ ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്നും ഇക്ക എന്നല്ലേ ട്രീറ്റ് ചെയ്യല്? ഞാനത് പറയാൻ വേണ്ടി ഞാൻ നിന്നാണ്. ഞാൻ സാധാരണ ഞാൻ അന്നെയാണല്ലോ അതൊക്കെ ചെയ്യല്. അപ്പൊ ഇടക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ട്രീറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. എനിക്ക് ഞാൻ ചെയ്യണമൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒരാൾക്ക് മസാജ് ചെയ്ത് കൊടുക്കണം, അതേപോലെ എനിക്ക് ഇങ്ങനെ മസാജ് ചെയ്യണമൊക്കെ ഇഷ്ടമാണ്. നമ്മൾ കണ്ടീഷണർ ഇട്ട് നന്നായിട്ട് 3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാജ് ചെയ്യുമ്പോഴാണ് ഇത് വേരിലൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഫലം ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞ് ഇനി തല കുളിച്ച് ഫ്രഷ് ആയിട്ട് വരിക. അടുത്ത സ്റ്റെപ്പ് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. അടുത്ത സ്റ്റെപ്പ് ഹെയർ സിറാണ് കേട്ടോ. ഹെയർ സിറം പിന്നെ കുളി കഴിഞ്ഞാൽ നമ്മൾ 2-3 തുള്ളി എടുത്തിട്ട് തലയിൽ തേക്കുക. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ സിറം തേക്കുക കേട്ടോ. തേച്ച് കഴിഞ്ഞാൽ അത് മുടിയൊക്കെ തല നന്നായിട്ട് വലിച്ചെടുത്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ തലയിൽ കിട്ടും. ഇതിലടങ്ങിയിട്ടുള്ളത് അർജാൻ ഓയിൽ, അവക്കാഡോ ഓയിൽ, ജോജോബ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഓണിയൻ ഓയിൽ അങ്ങനെയുള്ള നല്ല നല്ല ഇൻഗ്രീഡിയൻസുകളാണ് കേട്ടോ. മുടി പൊട്ടണേനും മുടി ഡാമേജ് ആവണേനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഇൻഗ്രീഡിയൻസുകളൊക്കെ.
അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിനൊക്കെ നല്ല സ്ട്രോങ് ആക്കി വെക്കും. ചുരുങ്ങിയ പൈസയും കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു 4 സ്റ്റെപ്പിൽ നമുക്ക് ഹെയർ സ്പാ വീട്ടിലിരുന്നിട്ട് തന്നെ സലൂണിത്തെ പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. NEUDന്റെ ഒരു 10 മിനിറ്റ് അഡ്വാൻസ്ഡ് ഹെയർ സ്പാ കിറ്റും ഉണ്ട്. അപ്പോൾ ഇത് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ കയറിയാലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ഹെയർ സ്പാ കിറ്റ് ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ തലയും മുടിയും ഒക്കെ നല്ല സ്ട്രോങ് ഒക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ആണുങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഇക്കാണ് ഇത് സ്ഥിരമായിട്ട് ചെയ്യാറ്. അപ്പം ഇക്ക കുളിച്ച് വന്നിട്ട് ഇക്കാക്ക് ഹെയർ സ്പാ തലയിൽ ഇട്ട് കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് ഒരുങ്ങി ഞങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കണം കേട്ടോ. ആദ്യമേ ഞെറിവുള്ള ഡ്രസ്സുകളാവുകൊണ്ട് വയറുണ്ടാകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ചോദിക്കും അപായ ഇട്ടൂടെയെന്ന്. അപായൊക്കെ ഇടലുണ്ട്. പിന്നെ ഈ ഡ്രസ്സുകൾ ഉണ്ടല്ലോ, അപ്പം ഇത് ഇടട്ടെ. നമ്മൾ കുറച്ച് മാച്ചാണ് നിൽക്കാം. ഞാൻ വലിയ സ്ഥിതിയിൽ മറ്റേ ഡ്രസ്സ് ഉണ്ട്, ഞെറിവുള്ള ഡ്രസ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് നോക്കുമ്പോഴേ ഭയങ്കര ടൈറ്റ്. പഴയ ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല. പഴയ പുറത്തേക്ക് പോകുന്ന ഡ്രസ്സൊന്നും അതൊക്കെ നമ്മൾ ഫിറ്റായിട്ടല്ല അടിക്കുക. ഗർഭിണിയാണെന്നുള്ളൊരു വിചാരം മാത്രമേ തടി കൂടി അറിഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കുമ്പോഴേ ഇട്ട് നോക്കുമ്പോഴല്ലേ അപ്പോൾ പിന്നെ ഈ ഡ്രസ്സ് ഇട്ടു. ഇത് പിന്നെ എനിക്ക് എത്ര കിലോ കൂടിയാലും ഇടാൻ പറ്റിയ ഡ്രസ്സാണിത്. ഇപ്പം ഞങ്ങൾ ഒരുക്കാനങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ആമയും മുഴുവൻ പന്തയം വെച്ച പോലെ എന്നെ കാത്തിരുന്നിട്ട് ഇക്ക വയ്ക്കും. അത് പുറത്ത് പോകുമ്പോൾ അത്ര ഇടാൻ പാടില്ല എന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ ഈ കയ്യിലെ വളക്ക് ഈ കയ്യിൽ നിന്ന് കേട്ടോ. ഞാൻ കുപ്പിവെള്ളം എടുത്തിട്ടൊന്നും ഇതുവരെ അങ്ങനെ പുറത്തേക്ക് പോയിട്ടില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തൊന്നും പോയിട്ടില്ല. ഇന്ന് കുപ്പിവെള്ളമൊക്കെ ഇട്ടിട്ടായിട്ട് പോകണം. പോയി വന്നിട്ട് ഈ കസേരക്ക് ഒരു പണി കിട്ടോ. അത് ഇന്ന് രാവിലെ തീർക്കണം എന്ന് വിചാരിച്ച പണിയാണ്. ചിലപ്പോൾ ഇൻഷാല്ല പോയി വന്നിട്ട് അല്ലെങ്കിൽ നാളെ നടന്നില്ല. ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കുപ്പിയാണ് കേട്ടോ, ഈ ചതുര കുപ്പികൾ. പക്ഷെ വലിയ ക്വാളിറ്റി കുറവാണ്, അതുകൊണ്ട് ഇത് പരിചയപ്പെടുത്തുന്നില്ല. ഇതിൽ എത്രയും നിൽക്കാം? ഇത് 366 പീസ്. 6 പീസിന് 367. ഞങ്ങൾ 12 മേടിച്ചിട്ടുണ്ട്. കാണാൻ തരക്കേടൊന്നുമില്ല, പക്ഷെ വലിയൊരു ഉറപ്പും കിട്ടില്ല അല്ലേ. ഒരു കട്ടിയമ്മയുണ്ട്, ക്വാളിറ്റി കുറവുള്ള പോലെ. നമ്മളിപ്പോൾ അതുകൊണ്ട് തല്ലാനല്ല പോകുന്നത്. ഞങ്ങളെ എന്തിനാ പോണതെന്ന് വെച്ചാൽ ഇക്കാക്ക് ഫോൺ വാങ്ങിക്കണം. ഇക്കാൻ്റെ ഫോൺ ഗൾഫിൽ നിന്ന് വരുമ്പോഴുള്ള ഫോണല്ലേ. ഇതൊക്കെ അതിൻ്റെ പൊടിയാണല്ലേ. 4 കൊല്ലമായി ഇക്ക ഫോൺ ഉപയോഗിക്കും. അപ്പോൾ അത് കേടാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് ഫോൺ മേടിക്കണം. എനിക്ക് ഡ്രസ് മെറ്റീരിയൽ എടുക്കണം. ഇനി എന്താ പറയുക, കല്യാണങ്ങൾ. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഒരുപാട് കല്യാണങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ കണ്ണമ്പി വിടല്ല കേട്ടോ. ഇനി 7-ാം മാസമൊക്കെ ആകുമ്പോൾ എനിക്ക് ഇവിടെ കല്യാണം ഉണ്ട്, അവിടെ കല്യാണം. ആ കല്യാണങ്ങളാണ് ഞാൻ കൂടാതെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ആ കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ കാണാം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ റണ്ണിങ് മെറ്റീരിയലും തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ ശ്വാസം പോലെയാണ് കേട്ടോ. ഇതെത്ര കണ്ടാലും എത്ര കിട്ടിയാലും എനിക്ക് മതിയാവില്ല. റണ്ണിങ് മെറ്റീരിയൽ എടുക്കുക, പുതിയ ഡ്രസ്സുകൾ തയ്ക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും ഡ്രസ്സുകൾ എടുക്കുക, ഒരു ഡ്രസ്സ് എടുക്കണ കാണുമ്പോഴത്തേനും പറയും ഡ്രസ്സുകൾ വാരിക്കൂട്ടണമെന്നൊക്കെ. എനിക്ക് ഡ്രസ്സിനോടുള്ള ഭ്രാന്ത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനോടും ഒരുപാട് ആഭരണങ്ങളോ ഒരുപാട് പലതരം ഭക്ഷണത്തിനോടോ അല്ലെങ്കിൽ നല്ല വില കൂടിയ ഫോണിനോടോ അങ്ങനെയുള്ള ഒന്നിനോടും എനിക്കില്ല. എനിക്ക് ഡ്രസ്സ് തയ്ക്കുക. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തയ്ക്കാൻ അറിയണോണ്ടാണ് കേട്ടോ. കാരണം സാധാരണ എല്ലാവരും ഡ്രസ്സ് എടുക്കണ പോലെ 4000-5000 ഒന്നും ആവില്ല. ഒരു 700-1000 രൂപേൻ്റെ ഉള്ളിൽ നല്ലൊരു പാർട്ടി വെയർ നമുക്ക് തയ്ക്കാൻ അറിയുമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയത് ഇങ്ങനെ ഉണ്ടാക്കണേൻ്റെ ഒരു രസമാണ് കേട്ടോ. പിന്നെ പണ്ടൊന്നും നമ്മളെ നാട്ടിൽ ഇതേപോലെ റണ്ണിങ് മെറ്റീരിയൽ ഒന്നും കിട്ടിയിരുന്നില്ല. സാരി, ഷർട്ട് പീസ് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്ന സമയത്ത് അവിടെയൊക്കെ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിട്ട് പോരുമ്പോൾ എൻ്റെ ഒരു ടെൻഷനാവും, ഇങ്ങനത്തെ റണ്ണിങ് മെറ്റീരിയൽ ഒന്നും കിട്ടില്ലല്ലോ എന്ന്. ഇപ്പോൾ നമ്മളെ നാട്ടിലും ഇതുപോലത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്ന് ഇഷ്ടം പോലെ റണ്ണിങ് മെറ്റീരിയൽ കിട്ടാൻ തുടങ്ങി.
പിന്നെ ചെറിയൊരു ഭ്രാന്തും കൂടി ഉണ്ട് കേട്ടോ, വീടൊരുക്കണ ഭ്രാന്ത്. വീടൊരുക്കാൻ വേണ്ടിയിട്ട് പുതിയ ബെഡ്ഷീറ്റുകൾ അതേപോലെ ചവിട്ടികൾ അങ്ങനെയുള്ളതൊക്കെ മേടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വീടൊരുക്കാനുള്ള ഭാഗമായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങൾക്കൊക്കെ നല്ല വില കൂടുതലാണ്, അതുകൊണ്ട് അത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ബെഡ്ഷീറ്റുകളും കംഫർട്ടുകളും ഒക്കെ കണ്ടപ്പോൾ അതൊന്നും വാങ്ങിക്കാൻ നിന്നു കേട്ടോ. 5 മിനിറ്റ് കൂടി നിൽക്കുമ്പോൾ ആകെ കുഴക്കോ ക്ഷീണോ ഒക്കെപ്പാടുള്ള ആളാണ്. ഫാമിലിയിൽ വന്നിട്ട് 1 മണിക്കൂർ നിന്നുങ്ങാണ്ട് പർച്ചേസ് ചെയ്യണം. ഒരു ക്ഷീണവും അല്ല കുഴക്കോ അല്ല ആൾക്ക്. പർച്ചേസിങ് കഴിഞ്ഞു. മെറ്റീരിയൽ എടുക്കാൻ വന്നതാണ്. പിന്നെ കംഫർട്ടും ബെഡ്ഷീറ്റൊക്കെ കണ്ടപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. കുഴക്കോ ക്ഷീണൊക്കെ ഏരിയയിലെ പോയിന്ന് ഒരു പിടുത്തമല്ല. അടുത്തത് ഇക്കക്ക് ഫോൺ മേടിക്കാൻ വന്നിട്ടാണ്. ഫോൺ മേടിക്കാൻ വേണ്ടി പൊലിവില്ല. റിയൽമി 11 Pro നല്ല ഫോണാണ്, കുഴപ്പമൊന്നുമില്ലെന്നാ പറയുന്നത്. കുറച്ച് ദിവസമായിട്ട് ഫോൺ സെർച്ച് ചെയ്യണ പണി തന്നെയായിരുന്നു. സിറൂന് വിളിച്ചിട്ട് യാതൊരു സൗകര്യവും കൊടുത്തിട്ടില്ല. പിന്നെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യും, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പിന്നെ അതന്നെ. ഫോണിന്റെ വില എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യണത്. ഫോൺ മേടിച്ചു ചെലവെന്തെങ്കിലൊക്കെ വേണ്ടി വരുമല്ലേ? ബർഗർ മേടിച്ചായിരുന്നു. ബർഗർ വന്നു. ഫോൺ മേടിച്ചതിന് ബർഗർ വേണമെന്നാണ് പറയുന്നത്. കവർ ഇടണല്ലേ. സ്ക്രീൻ. അപ്പം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നത് ആ മെറ്റീരിയൽസ് ഒക്കെ നല്ല ഇഷ്ടം പോലൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി തയ്ച്ചിട്ടും ഇത് ഇഷ്ടം പോലെ തന്നെ ആയി വരണം. അത് തയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ആ കംഫർട്ടും കാര്യങ്ങളും ഒക്കെ മേടിച്ചത് അത് ഞാനിനി വിരിക്കുന്ന സമയത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരട്ടോ. നല്ല കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഈ ബെഡ് സ്പ്രെഡും 2 ബെഡ് സ്പ്രെഡ് ഒരു കോംബോ, അതേപോലെ 2 ബെഡ്ഷീറ്റ് ഒരു കോംബോ, അങ്ങനെയാണ് കേട്ടോ. 1500 ബെഡ് സ്പ്രെഡിനും ബെഡ്ഷീറ്റിന് 1200 രണ്ടെണ്ണത്തിന് 1200, രണ്ടെണ്ണത്തിന് 1500 അങ്ങനെ. അതായത് സെപ്പറേറ്റ് ആണ് കേട്ടോ. ബെഡ്ഷീറ്റും ഈ ഒരു ബെഡ് സ്പ്രെഡും സെപ്പറേറ്റ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിലും അതേ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയുള്ള ബെഡ്ഷീറ്റും ഇത് ശരിക്കും സെയിം മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റും അതിൻ്റെ കുഷ്യൻ കവറൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടി. അങ്ങനെ രണ്ടെണ്ണം കോംബോ ആയിട്ട് വാങ്ങിച്ചു. പിന്നെ ഒരെണ്ണം കോംബോ അല്ലാതെ തരുമെന്ന് പറഞ്ഞിട്ട് ഒരു കംഫർട്ടും ഒരു ബെഡ് സ്പ്രെഡും ഒരു ബെഡ്ഷീറ്റും അങ്ങനെയും വാങ്ങിച്ചു. ഇതൊക്കെ വിരിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബെഡ്ഷീറ്റ് കാണാൻ ഇഷ്ടമുണ്ടാവുമെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൊണ്ട് വീഡിയോ എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.